മാച്ച് നമ്പർ 33 പ്രിവ്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാച്ച് പഞ്ചാബ് വേഴ്സസ് മുംബൈ ആണ്. കളി നടക്കുന്നത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടായ ചണ്ഡീഗറിലാണ്. അപ്പോൾ ഈ പിച്ച് ആക്ച്വലി ഒരു ബോളിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അപ്പം ഓൺ ദ കോൺട്രറി ഇപ്പോൾ ഇതുവരെയുള്ള യെസ്റ്റർഡേ മാച്ച് അല്ല, പൊതുവേ ഇപ്പോൾ IPL ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചേഴ്സാണ്, 200+ പിച്ചേഴ്സാണ്. സോ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ടൈപ്പ് പിച്ചാണ് ചണ്ഡീഗറിൽ ലാസ്റ്റ് മാച്ച് ഉണ്ടായിട്ടുള്ളത്. ഒരു 160, 130, 140 ആ റേഞ്ചിലുള്ളൊരു പിച്ച്. അപ്പോൾ ബോളേഴ്സിന് അതിൻ്റേതായ ഒരു സേ ഉണ്ട് ഇന്നത്തെ പിച്ചിൽ. അപ്പോൾ നമുക്ക് രണ്ട് ടീമിൻ്റെയും ബോളേഴ്സിനൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ പഞ്ചാബിൻ്റെ ബോളേഴ്സ് ആണെങ്കിൽ അർഷദീപ്, ഇവരൊക്കെ ലാസ്റ്റ് മാച്ച് നല്ല രീതിയിൽ ഫോമായി. ഇപ്പോൾ ശിഖർ ധവാൻ ഇഞ്ചുറി കാരണം കളിക്കുന്നില്ല. സോ പകരം സ്റ്റാൻഡിങ് സ്കിപ്പറായിട്ട് സാം കറൻ ഉണ്ട്. സാം കറൻ നല്ല രീതിയിൽ ആ റോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാസ്റ്റ് മാച്ച്. സോ ഇൻ ദ സെയിം വേ അവർക്ക് അത്യാവശ്യം നല്ല ബോളിംഗ് ഉണ്ട് പഞ്ചാബിന്. ബാറ്റിംഗ് സൈഡ് കുറച്ച് വീക്കാണെങ്കിൽ പോലും എന്നാലും ഫിനിഷേഴ്സ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ലൈക്ക് സ്ലോ പിച്ചാണ്. അപ്പോൾ ലൈക്ക് ഫിനിഷേഴ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എഗെയിൻ ബോളേഴ്സ് അത്രത്തോളം നല്ല രീതിയിൽ അവരെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. മുംബൈ ഓൺ ദി അതർ ഹാൻഡ് ബോളേഴ്സ് ഭയങ്കര മോശമാണ്. ബാറ്റ്സ്മാൻമാരുണ്ട്, ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ബോളേഴ്സിൻ്റെ ഒരു അഭാവം, ഇപ്പോൾ ബുംറ ഒഴികെ ബാക്കിയുള്ള ബോളേഴ്സിൻ്റെ ഒരു അഭാവം നല്ല രീതിയിൽ അവിടെ ലൈക്ക് വ്യക്തമാണ്. ലൈക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ചിൽ ബോളേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പഞ്ചാബിനുണ്ട്. ഓക്കെ, ബുംറയുടെ 4 ഓവർ എങ്ങനെ പഞ്ചാബ് കളിക്കുന്നു എന്ന് പോലെ ഇരിക്കും ഇന്നത്തെ മാച്ചിൻ്റെ റിസൾട്ട്സ്. സ്റ്റിൽ ഐ തിങ്ക് ലൈക്ക് എനിക്ക് തോന്നുന്നത് പഞ്ചാബ് മാച്ച് ജയിക്കാനാണ് ചാൻസ് എന്നാണ്. ബുംറയുടെ 4 ഓവർ സംഭവം ദേ സർവൈവ്. ലൈക്ക് ഇവർ ആ 4 ഓവർ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 16 ഓവേഴ്സ് അവർക്ക് അടിച്ച് കളിക്കാനുള്ള അവസരം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പഞ്ചാബ് ജയിക്കുമെന്നാണ് എനിക്ക് ഇന്നത്തെ മാച്ച് തോന്നിയിട്ടുള്ളത്.